ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ബീഡ്സ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇത് വെച്ച് നമ്മൾ ഒരുപാട് ഹെയർ ബാൻഡുകളും അലിഗേറ്റർ ക്ലിപ്പുകളും ജ്വല്ലറി മേക്കിങ്ങിലാണെങ്കിൽ നെക്ലേസും ഇയറിങ്സും ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഒരുപാട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ മേക്കിംഗ് വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണേ. ഇന്ന് നമ്മളിത് വെച്ചിട്ട് ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമ്മൾ ഇതുപോലെയുള്ളൊരു വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹെയർ ബാൻഡാണ്. 3 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഇതുപോലെയുള്ള എൻഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഡ്രോപ്സിൻ്റെ ഷേപ്പിലുള്ളൊരു ബീഡ്സാണ്. നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ 2 അറ്റത്തായിട്ട് ഈ ഒരു ബീഡ്സ് വെക്കണം. അതിനായിട്ടാണ് എൻഡ് ബീഡ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് എൻഡ് ടേപ്പും അവൈലബിൾ ആണ് കേട്ടോ. അത് യൂസ് ചെയ്താലും മതി. അടുത്തതായിട്ട് നമ്മുടെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ ബീഡ്സും അതുപോലെ വൈറ്റ് പേൾ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് പേൾ ബീഡ്സ് 6 mm വരുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഫ്ലവർ ബീഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിത് ഇതുപോലെ ഒരുപാട് ഹോൾസ് കാണാൻ പറ്റും. സാധാരണ ബീഡ്സിൽ ഒരു ഹോളാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഒരുപാട് ഹോൾസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്കിതുപോലെ ഒരുപാട് ഹോൾസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ ഹെയർ ബാൻഡ് കൊടുത്തിട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ വലത് ഭാഗത്തുള്ള ഹോൾസിലൂടെയാണ് കോർക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യത്തെ ഹോളിൽ കൂടി ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ടിട്ട് രണ്ടാമത്തെ ഹോള് കഴിഞ്ഞ് മൂന്നാമത്തെ ഹോളിലൂടെയാണ് ഇതുപോലെ പുറത്തേക്ക് എടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കോർത്തിട്ടുള്ളത്. ഫസ്റ്റിലെ ഹോളിലൂടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മൂന്നാമത്തേതിലൂടെ ഇതുപോലെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. നമ്മുടെ ഫ്ലവർ ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഫ്ലവർ കോർക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഫ്ലവറിൻ്റെ ഇടത് വശത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് കോർക്കുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ഒരു ഹോളിലൂടെ കടത്തി വിട്ടിട്ട് രണ്ടാമത്തെ ഹോള് കഴിഞ്ഞ് മൂന്നാമത്തെ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുന്നു. ആദ്യത്തെ ഫ്ലവർ നമ്മൾ വലതുവശത്തിലൂടെയാണ് കോർത്തെടുത്തിട്ടുള്ളത്. രണ്ടാമത്തേത് നമ്മൾ ഫ്ലവറിൻ്റെ ഇടതുവശത്തിലൂടെ ഇതുപോലെ കോർത്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഇതുപോലെ ഹെയർ ബാൻഡിൻ്റെ 2 സൈഡിലായിട്ട് നിൽക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ വലതുവശവും ഇടതുവശവും മാറിയിട്ട് കോർത്ത് കൊടുക്കാം. ഒരു ബീഡ്സിൻ്റെ വലതുവശത്തിലൂടെയാണ് നമ്മൾ കോർത്തതെങ്കിൽ അടുത്ത ബീഡ്സ് നമ്മൾ കോർക്കുമ്പോൾ അതിൻ്റെ ഇടത് സൈഡിലൂടെ കോർക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ കാണാൻ. നമ്മൾ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇത്രയും അളവിലാണ് ഈ ഒരു ബീഡ്സ് കോർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ കോർത്തെടുക്കാം. ബിഗിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ബീഡ്സ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ടോട്ടൽ 30 സ്റ്റോണാണ് ഇതുപോലെ കോർത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ കണ്ടില്ല ഇതുപോലെ ഒന്ന് ഇത് ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗണ്ണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൂ ഗണ്ണാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഓരോ സ്റ്റോണും ഒട്ടിച്ചെടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റോൺ ഇതുപോലെ അതിനോട് ചേർത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഈ ബീഡ്സ് കോർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഷേപ്പില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിലുള്ള അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. ആദ്യം നമ്മൾ ഈ ഒരു ബീഡ്സ് ഹെയർ ബാൻഡിൻ്റെ പുറം വശത്ത് കൂടെയാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഉൾവശത്ത് കൂടെ ഒട്ടിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ബാക്കി വരുന്നത് ഉൾവശത്തിലൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോൺ ഇളകി പോരുന്നൊന്നുമില്ല. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഹെയർ ബാൻഡിൻ്റെ ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് വൈറ്റ് പേൾ ബീഡ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ 6 mm ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബീഡ്സ് ഓരോന്നായിട്ട് ഈ ഒരു രീതിയിൽ കോർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബീഡ്സിൻ്റെ ഓരോന്നിൻ്റെ ഗ്യാപ്പിൽ ഗ്ലൂ വെച്ചിട്ട് ഒന്നുകൂടി ഒട്ടിച്ച് കൊടുത്താൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടും. ഞാൻ ആ ഒരു സമയത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മറന്നു പോയതാണ് കേട്ടോ. വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ബീഡ്സ് കോർത്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന ആ ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ എൻഡ് ബീഡ് ഇതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എൻഡ് ബീഡും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വൈറ്റ് ബീഡ്സിൻ്റെ ഓരോ ഗ്യാപ്പിലും ഗ്ലൂ ഗണ്ണോ അതല്ലെങ്കിൽ നമ്മുടെ B7000 ഗ്ലൂവോ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിത് ചെയ്ത സമയത്ത് അത് വിട്ടുപോയതാണ്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.